ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ കുട്ടിക്ക് അണ്ടർ വെയ്റ്റ് ആണോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ വെയിറ്റ് മതിയോ ഡോക്ടറെ? എന്ത് ഭക്ഷണം കൊടുത്താലാണ് ഇവന് വെയിറ്റ് കൂടുന്നത്? ഇവളെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പല സംശയങ്ങളാണ് അമ്മമാർക്ക്. അതിനെല്ലാം ഉള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് അണ്ടർ വെയ്റ്റ് ആണെന്ന് പറയുന്നത്? നിങ്ങളുടെ കുട്ടി അണ്ടർ വെയ്റ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റിനേക്കാൾ കൂടുതൽ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന്, പിന്നെ മാസം തികഞ്ഞ കുട്ടിയാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് നമ്മളൊരു കുട്ടിക്ക് അണ്ടർ വെയ്റ്റ് ആണോ അല്ലെ നോർമൽ വെയ്റ്റ് ആണോ എന്ന് പറയുന്നത്. കുട്ടികളുടെ ഡോക്ടർമാർ നമ്മൾ ഓരോ വിസിറ്റിന് ചെല്ലുമ്പോഴും കുട്ടിയുടെ വെയിറ്റ് ഒരു ഗ്രോത്ത് ചാർട്ടിൽ റെക്കോർഡ് ചെയ്യാറുണ്ടല്ലോ. ആ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ അത് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കൂടിക്കൂടി വരുവാണ് എങ്കിൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേസമയം പെട്ടെന്ന് ആ ചാർട്ട്, ആ ലൈൻ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിലോ ചിലപ്പോൾ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടർമാരെല്ലാവരും എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല ടെസ്റ്റുകളല്ല, അത്യാവശ്യമുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കാറുണ്ട്. ഒരു 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുന്നതിനാണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ BMIക്ക് പോലും ചാർട്ടുകളുണ്ട്. അപ്പോൾ BMI ചാർട്ടിൽ ഒരു 5ാമത്തെ ലാസ്റ്റ് വരയുടെ താഴെയാണെങ്കിലേ നമ്മൾ അത് അണ്ടർ വെയ്റ്റ് എന്ന് പറയാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ കുട്ടിക്കും ഓരോ പൊട്ടൻഷ്യലാണ്. അപ്പോൾ കുട്ടിയുടെ പാരമ്പര്യവും അച്ഛനമ്മമാരുടെ അതനുസരിച്ചിരിക്കും ഒരു കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റേ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ആ കുട്ടിക്ക് വണ്ണമുണ്ട്, അങ്ങനെ വേറെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഗ്രോത്ത് ചാർട്ടിൽ വെയിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് ഒന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് കുട്ടിക്ക് അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ എന്തെല്ലാം അമ്മമാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് കുറച്ച് ടിപ്സും ട്രിക്സുകളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി വീട്ടിൽ നിങ്ങൾ അമ്മമാർക്ക് ഒരു കുട്ടി അണ്ടർ വെയ്റ്റ് ആണോ എന്ന് അറിയാൻ ചെറിയ ക്ലൂസ് എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ അപ്പിയറൻസ്, അതായത് തീരെ മെലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടി, കഴുത്തെല്ലാം തീരെ മെലിഞ്ഞ് എല്ല് പോലെ ഇരിക്കുന്ന കുട്ടി, പിന്നെ ഷോൾഡർ, റിബ്സ് ഇതെല്ലാം ശരിക്ക് കാണാൻ പറ്റുന്ന പോലെ ഉള്ള കുട്ടികൾ, കുറച്ച് വയറുന്തി നിൽക്കുന്നു, മെലിഞ്ഞിട്ട് വയറുന്തി നിൽക്കുന്നു, കൈയും കാലും തീരെ തിന്നായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു അമ്മമാർക്ക് തന്നെ ഒരു അപ്പിയറൻസിൽ നിന്ന് കുട്ടി അണ്ടർ വെയ്റ്റ് ആണോ എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ നമ്മൾക്ക് എന്തെല്ലാം ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് തന്നെയാണ്, എന്നാലും അത് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് കൊടുത്താൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോരോ ഫുഡ് വെച്ച് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികളുടെ സ്റ്റൊമക്ക് കപ്പാസിറ്റി വലിയവരെക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ വലിയവർ കഴിക്കുന്ന അത്രയും കുഞ്ഞ് കഴിക്കണമെന്ന് വിചാരിക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് അണ്ടർ വെയ്റ്റ് ഉള്ള കുട്ടികൾക്ക്. ഇനി ഓരോരോ ഫുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യമേ എല്ലാവരും നിർദ്ദേശിക്കുന്ന ഭക്ഷണമാണല്ലോ പാല്. അപ്പോൾ പാല് വെയിറ്റ് കൂടാൻ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. പലതരത്തിലെ പാലുകളുണ്ട്. നമ്മളിപ്പോൾ മിൽമയിൽ നിന്ന് കിട്ടുന്ന പാലുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കവർ പല കളറിലുണ്ട്. അപ്പോൾ അതിൽ ആ വെള്ളയിൽ നീല കവറുള്ള പാലാണ് കുറച്ച് 3% ഫാറ്റുള്ള ഇത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഹോൾ മിൽക്ക് തന്നെ കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്. അതേസമയം ഓവർ വെയ്റ്റ് കുട്ടികൾക്ക് നമ്മൾ കഴിയുന്നതും സ്കിംഡ് മിൽക്ക് അഥവാ ഫാറ്റ് എടുത്ത് മാറ്റിയ മിൽക്കാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം അണ്ടർ വെയ്റ്റ് കുട്ടികളുടെ കാര്യമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ 3% ഫാറ്റുള്ള ഹോൾ മിൽക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ മിൽക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല, വെള്ളം ചേർത്ത്. പിന്നെ മിൽമ പാലിനെ പറ്റി, പാക്കറ്റ് പാലിനെ പറ്റി മിക്കവർക്കും തെറ്റിദ്ധാരണകളാണ്, എല്ലാം പാലും കൂടെ മിക്സ് ചെയ്തതാണ്. അതൊന്നുമില്ല. മിൽമ പാലിന്, അത് പാക്കറ്റ് പാലിന് നല്ല കമ്പനിയുടെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളതിൽ ഫാറ്റ് കണ്ടൻറ്റ് എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് കൊടുക്കാം. ആദ്യം കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച് പാട മാറ്റിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഇളക്കി പാടയൊന്നും മാറ്റണ്ട. അതേപോലെ തന്നെ ഒരു 250 ml വെച്ച് 2 നേരം കുട്ടികൾക്ക് കൊടുക്കാം. ഇനി പാല് മാത്രം കുടിക്കുന്ന അത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പാലിൽ പലതും ചേർത്ത് മിക്സിയിൽ അടിച്ച്, ഇതിനൊക്കെയാണ് നമ്മൾ മിക്സി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാഷ്യൂനട്ട്, 1-2 കാഷ്യൂനട്ട്, ഒരു 2-3 ബദാം പരിപ്പ്, ഇതെല്ലാം നല്ലവണ്ണം പേസ്റ്റാക്കി അതിൻ്റെ കൂടെ പാലിൽ അടിച്ച് കുട്ടികൾക്ക് 2 നേരമായിട്ട് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ കൊടുക്കുന്ന ഭക്ഷണത്തിൽ കാലറി എങ്ങനെ കൂട്ടാമെന്ന്. നമ്മൾ കാലറി കൂടുന്തോറുമാണ് കുട്ടിക്ക് വെയിറ്റ് വയ്ക്കുന്നത്. അപ്പോൾ കാലറി റിച്ച് ആയിട്ടുള്ളതാണ് മധുരമുള്ളതും ഫാറ്റുള്ളതും. അപ്പോൾ നമ്മൾ പാലിൽ ഈ കാഷ്യൂനട്ട്സും ബദാമൊക്കെ ചേർത്ത് അതിൽ കുറച്ചുകൂടെ കാലറി ഉണ്ട്. പിന്നെ അതിൽ മധുരം കൂടി ഇടുമ്പോൾ
കാലറി കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളുടെ കാലറി ഫുഡിൽ കൂട്ടി വെയിറ്റ് കുറച്ച് കൂടാൻ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വലിയവർ ഉപയോഗിക്കുന്നതെല്ലാം ലോ ഫാറ്റ് ബട്ടറും ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ലോ ഫാറ്റ് ബട്ടറൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫാറ്റ് ഉള്ള ബട്ടറും ചീസും എല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പനീർ, ഇപ്പോൾ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് നല്ല കാലറി കണ്ടൻറ്റ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ചെയ്ത കാലറി കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണമാക്കാം. അപ്പോൾ അങ്ങനെ 2 നേരം നമ്മൾക്ക് കൊടുക്കാം. പിന്നെ പാല് നമ്മൾക്ക് ഏതെല്ലാം വിധത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് പാല് കൊടുത്താൽ കുടിക്കാത്ത കുട്ടികളാണ് മിക്കവരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പായസം വെച്ച് കൊടുക്കാം. പാൽ പായസം. ചില കുട്ടികൾ ഈ പാല് കുടിച്ചില്ലെങ്കിലും പായസം കുടിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പായസത്തിൽ കുറച്ച് അരിപ്പായസമോ സേമിയ പായസമോ എന്താണെങ്കിലും കാലറി കണ്ടൻറ്റ് ഒരുപോലെയാകും. അതിൽ മധുരം ഇട്ടോ ശർക്കര ചേർത്തോ കൊടുത്താൽ പാലിന് പകരമാകും. പിന്നെ അതുപോലെ തന്നെ പാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ട്സ് അതെല്ലാം നല്ലോണം പൊടിച്ച് പേസ്റ്റ് പോലെ ആക്കി പാലൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈന്തപ്പഴം അഥവാ ഡേറ്റ്സും പാലിൽ, അപ്പോൾ ഓരോ ദിവസം ഓരോ ടേസ്റ്റ് ആകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. മിൽക്ക് പ്രോഡക്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ബട്ടർ, നെയ്യ് ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചായിട്ട് ബ്രെഡിൽ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പലതരത്തിൽ പാലിൻ്റെ പ്രോഡക്ട്സും കുട്ടികളുടെ അകത്ത് ചെല്ലുന്നത് കാലറി കൂടാനും വെയിറ്റ് കൂടാനും വളരെ നല്ലതാണ്. പാൽ കൊടുക്കുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാതെ വെള്ളം ചേർക്കാതെ തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പാലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യമാണ്. എല്ലാ അമ്മമാരുടെയും കംപ്ലയിൻസ് ആണ്, ഇവനൊട്ടും വെജിറ്റബിൾസ് ഒന്നും കഴിക്കുകയില്ല ഡോക്ടറെ, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുകയില്ല. വെജിറ്റബിൾസ് നമുക്ക് ഏത് വെജിറ്റബിൾസ് എല്ലാമാണ് സാധാരണ വെയിറ്റ് കൂടാൻ നല്ലത്. അതായത് ഉരുളക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് തുടങ്ങിയവയിൽ കാലറി കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് പുഴുങ്ങിയിട്ട് നെയ്യിൽ വറുത്തോ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്തോ അല്ലെങ്കിൽ അരിപ്പൊടി മുക്കി അതിൽ മുക്കി പൊരിച്ചു കൊടുക്കുക. അങ്ങനെ ഏത് വിധത്തിലാണ് കുട്ടിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് കൊടുക്കാം. അങ്ങനെ പല പല വെജിറ്റബിൾസ് വേണമെങ്കിൽ സൂപ്പാക്കി കൊടുക്കാം. ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് സൂപ്പ് ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് പാലും കൂടെ ആഡ് ചെയ്താൽ പാലും ആകും വെജിറ്റബിൾസും ആകുമല്ലോ. പിന്നെ കുറച്ച് വെയിറ്റ് കൂടാൻ അത് ഉപകരിക്കുകയും ചെയ്യും. പിന്നെ കോൺസ്, പീസ് തുടങ്ങിയ വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പറയുന്നത് ഓരോരോ തരത്തിൽ കൊടുക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൈ കാലറി ആയിട്ടുള്ള സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ് പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും. അത് ഇഷ്ടമുള്ള പോലെ പുഴുങ്ങിയോ എങ്ങനെയാണ് കുട്ടി കഴിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കാം നമുക്ക്. മറ്റേ ഫുഡ് ഐറ്റമാണ് ഫ്രൂട്ട്സ്. ഹൈ കാലറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. ഒന്ന് ബനാന, അതായത് ഏത്തപ്പഴം. രണ്ടാമത്തെ നല്ല മധുരമുള്ള മാങ്ങ, നീലം മാങ്ങ പോലെയുള്ള മാങ്ങകൾ. അപ്പോൾ കുട്ടികൾക്ക് അത് ചില കുട്ടികൾക്ക് മാങ്ങ വളരെ ഇഷ്ടമാണ്. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും മാങ്ങ കൊടുക്കാം. അപ്പോൾ ഒരളവ് വരെ നല്ല മധുരമുള്ള മാങ്ങയുള്ള സീസണിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ഏത്തപ്പഴം ഏത് വിധത്തിലാണ്, ഇനി പാലിലടിച്ചാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡായിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് മാങ്ങയും ഏത്തപ്പഴം എല്ലാം ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വേണമെങ്കിൽ കസ്റ്റേർഡ് പുഡിങ് പോലെ, അതായത് പാലൊഴിച്ച് കസ്റ്റേർഡ് കാച്ചി അതിൻ്റെ പുറത്ത് ഒഴിച്ചാൽ നല്ലൊരു ഹൈ കാലറി ഫ്രൂട്ട് സാലഡാകും. അപ്പോൾ അങ്ങനെയും അത് 2-3 പ്രാവശ്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. വെയിറ്റ് കൂടാൻ നല്ല ഭക്ഷണമാണ്. ഇതെല്ലാം കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് മാറി മാറി ഉപയോഗിക്കാം. കസ്റ്റേർഡ് മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണ്. കസ്റ്റേർഡ് ഒഴിച്ച് കൊടുത്താൽ അപ്പോൾ കുറച്ചുകൂടെ കാലറി കിട്ടുകയും ചെയ്യും. ഇവിടെ സീസൺ കഴിയുമ്പോൾ മാങ്ങ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങാ തിര ഉണ്ടാക്കി വയ്ക്കാം. മിക്കവർക്കും അറിയാവുന്നതാണ്. മധുരം ഉള്ള മാങ്ങാത്തിര സൂക്ഷിച്ച് വെച്ചാൽ അത് ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്താം. ഡ്രൈഡ് ഫ്രൂട്ട്സും നല്ല കാലറി റിച്ച് ആണ്. ചില കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ കടിച്ച് തിന്നോളും. അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കാം. അപ്പോൾ ഏത്തപ്പഴം, മാങ്ങ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഇതെല്ലാം നല്ല കാലറിയുള്ള ഭക്ഷണങ്ങളാണ്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൊടുത്താൽ വളരെ നല്ലതാണ്. പാലിൻ്റെ കാര്യം പറഞ്ഞു, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നോൺ വെജ് കാര്യങ്ങളായ ചിക്കൻ എങ്ങനെ കാലറി കൂട്ടി വെയിറ്റ് കൂടാൻ സഹായിക്കുമെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം എടുത്താൽ അതിലൊട്ടും ഫാറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ചിക്കൻ്റെ കാല്, അത് നമുക്ക് ലോളിപ്പപ്പ് പോലെ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുമല്ലോ ചിക്കൻ ലോളിപ്പപ്പ്, അത് തൊലി കളയാതെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കാലറി കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ കാലറി കൂടുതലുള്ള മീറ്റ് ഐറ്റംസാണ് മട്ടണും ബീഫും. അതൊക്കെ എന്നും കൊടുക്കാൻ പറ്റുകയില്ല. നമുക്ക് അതനുസരിച്ച് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കൊടുത്തു നോക്കാം. കുട്ടികൾക്ക് ഏതാണ് ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുക്കാം. പിന്നെ ബട്ടർ ആഡ് ചെയ്ത് ബട്ടർ ചിക്കൻ, അങ്ങനെ കാലറി കൂടുതൽ ആക്കാൻ വേണ്ടി നമുക്കിതെല്ലാം ആഡ് ചെയ്തും കൊടുക്കാം. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി, ഇപ്പോൾ ബ്രെഡിൽ വേണമെങ്കിൽ ബട്ടറോ ചീസോ ഇത് ചെയ്തിട്ട് ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങൾ അതിൽ വെച്ച് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാം. അങ്ങനെ ഓരോ
മാതിരി നമുക്ക് ചേഞ്ച് ചെയ്ത് ഓരോ ദിവസം ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഷുഗറിന് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. നേരത്തെ പായസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പഞ്ചസാര ഇട്ടോ അല്ലെങ്കിൽ ശർക്കര ആപ്പ്, അതുപോലെ ശർക്കര ചേർത്ത് നമുക്ക് അവൽ നനച്ച് കൊടുക്കാം, അട ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിലെല്ലാം അങ്ങനെ കാലറി കൂടുതലുള്ള ഭക്ഷണമാകും. അതിൽ കുറച്ച് അവൽ നനച്ചാൽ കുറച്ച് നെയ്യും കൂടെ ഇടുവോ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി തുടങ്ങിയവ ഇതെല്ലാം നല്ലോണം അതെടുത്ത് പ്രത്യേകം പൊടിച്ച് വേണം കൊടുക്കാൻ. ചെറിയ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നിറയെ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതേപോലെ കട്ടിയായിട്ട് കൊടുക്കരുത്, നല്ലോണം ഉടച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഭക്ഷണമാണ് പീനട്ട് ബട്ടർ. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ഒരു ഹൈ കാലറി ഉള്ള ഡയറ്റ് തന്നെയാണ്. പീനട്ട് ബട്ടർ നമുക്ക് ബ്രെഡിൽ ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ നെയ്യ് വേണമെങ്കിൽ ദോശയിൽ മൊരിച്ച് നെയ്യ് ദോശയാക്കി കൊടുക്കാം, ബട്ടർ ദോശയാക്കി കൊടുക്കാം. അങ്ങനെ ദോശയിൽ ഏത് വിധത്തിലും ആഡ് ചെയ്ത് നമുക്ക് അതിനകത്ത് തന്നെ വേണമെങ്കിൽ ചിക്കൻ്റെ ചെറിയ പീസ് വറുത്ത് അതിൽ വെച്ച് മടക്കി റോളാക്കി കൊടുക്കാം. അങ്ങനെ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കാലറി കൂട്ടി കൊടുക്കാം. അപ്പോൾ ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ അതനുസരിച്ച് ഫുഡും അവർക്ക് കൊടുക്കാനായിട്ട്. ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. പപ്പടം ഇഷ്ടമില്ലാത്ത കുട്ടികളില്ലല്ലോ, പപ്പടം വേണമെങ്കിൽ നെയ്യിൽ വറുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പൂരി നെയ്യിൽ വറുത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെ പുറത്ത് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോ വിധത്തിൽ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോ ദിവസം മാറി മാറി കൊടുത്താൽ അങ്ങനെ കാലറി കൂടുതലുള്ള ഫുഡും ആകും, വെയിറ്റ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഈ പാലിൻ്റെ കാര്യം പറയുമ്പോൾ മുട്ടയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് മുട്ട. മുട്ടയുടെ യോക്ക് അഥവാ ഉണ്ണിയിലാണ് കൂടുതൽ കാലറി ഉള്ളത്. ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾ മുട്ട പുഴുങ്ങി കൊടുത്താൽ മുട്ടയുടെ കവറെന്നാണ് ചില കുട്ടികൾ പറയുന്നത്, അത് മാത്രം കഴിക്കും, അകത്തെ കഴിക്കുകയില്ല. അപ്പോൾ കാലറി കൂടുതൽ കിട്ടുകയില്ല, പക്ഷേ പ്രോട്ടീൻ നല്ലവണ്ണം ഉണ്ട് എഗ് വൈറ്റിൽ. പക്ഷേ നമ്മൾക്ക് വെയിറ്റ് കൂടണമെങ്കിൽ എഗ് യോക്കും കൂടെ ചെല്ലണമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഓംലെറ്റ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇടുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ഗുണം കിട്ടും. പിന്നെ മുട്ട വേണേൽ സ്ക്രാമ്പിൾ, അതായത് ചിക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ വെജിറ്റബിൾസിൻ്റെ ചെറിയ കഷ്ണമായിട്ട് ചീര, മുരിങ്ങയുടെ ഇലയൊക്കെ ഈ മുട്ടയെ ചിക്കുന്നതിൽ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ കുട്ടി അറിയാതെ തന്നെ വെജിറ്റബിൾസും ആകും. പിന്നെ തേങ്ങാപ്പീരയും കൂടെ ഉണ്ടെങ്കിൽ കാലറി കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ മുട്ട നല്ലോണം ഓംലെറ്റ് ആക്കിയോ സ്ക്രാമ്പിൾഡ് എഗ് ആക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ഉണ്ണിയും കൂടെ കിട്ടും. ഇനി രണ്ടും കൂടെ കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ പുഴുങ്ങി കൊടുക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ മുട്ടയിൽ തന്നെ പല വിധത്തിലെ റെസിപ്പി നിങ്ങൾക്ക് കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമുക്ക് ഈ ഹോൾ മിൽക്ക് കൊണ്ട് കട്ട തൈര് ഉണ്ടാക്കി കൊടുക്കാം. ഇനി പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഹോൾ മിൽക്ക് കൊണ്ട് തന്നെ ഫാറ്റ് ഉള്ള തൈര്, കട്ട തൈരായിട്ട് അത് കൊടുക്കുന്നത് നല്ലതാണ്. വെജിറ്റബിൾസിലൊക്കെ കുറച്ച് കാലറി കൂട്ടാൻ വെജിറ്റബിൾസ് പുഴുങ്ങിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വേണമെങ്കിൽ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ നേരത്തെ പറഞ്ഞ പോലെ നെയ്യോ ബട്ടറോ എന്തെങ്കിലും കൂടെ സൂപ്പിൽ ആഡ് ചെയ്താൽ അതും കാലറി കൂട്ടാനുള്ളൊരു മാർഗ്ഗമാണ്. ഇത്രയും ഫുഡ് നമ്മൾ കാലറി റിച്ച് ആക്കി കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറവുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു മാജിക് പോലെ വെയിറ്റ് കൂടുകയില്ലെങ്കിലും ക്രമേണ വെയിറ്റ് കൂടാൻ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് നമ്മൾ പലതരത്തിൽ കാലറി കൂട്ടി, ചെറിയ അളവിൽ കാലറി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഫീഡിങ് ടിപ്സ് പറയുകയാണ്. ഇപ്പോൾ അണ്ടർ വെയ്റ്റ് കുട്ടികൾ നമ്മൾ ഇതെല്ലാം കൂടെ കൊടുത്താൽ ഉടനെ കഴിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും എപ്പോഴും പറയുന്നതാണ്, ഫോഴ്സ്ഫുള്ളി ഫുഡ് നിർബന്ധിച്ച് കൊടുക്കരുത്. അതോടുകൂടി കുട്ടികൾക്ക് ഫുഡിനോടൊരു അവേർഷൻ ഉണ്ടാകും. അപ്പോൾ മീൽ ടൈം എപ്പോഴും ഒരു ഹാപ്പി പ്ലസൻറ്റ് ടൈം ആയിരിക്കണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള, കുട്ടികളുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റൊമക്ക് കപ്പാസിറ്റി കുറവായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്രയും ഉള്ളിൽ ചെല്ലും. അപ്പോൾ ഒരു 6 പ്രാവശ്യം, അതായത് 3 പ്രധാനപ്പെട്ട മീൽസും 3 സ്നാക്സും കൊടുത്താൽ 6 പ്രാവശ്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം അകത്ത് ചെല്ലാം. ഇപ്പോൾ നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ കൊടുക്കുക. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക്, മിഡ് ആഫ്റ്റർനൂൺ സ്നാക്ക്, പിന്നെ ബെഡ് ടൈം സ്നാക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 6 പ്രാവശ്യമായിട്ട് കൊടുത്താൽ അതിൽ തന്നെ നമുക്ക് ബാലൻസ് ഡയറ്റ് ആക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒരു പ്രാവശ്യം വേണമെങ്കിൽ സ്നാക്സിൻ്റെ കൂടെ കൊടുക്കാം. ഫ്രൂട്ട്സ് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അട, അവൽ നനച്ചത് അങ്ങനത്തെ എല്ലാം വൈകുന്നേരം 4 മണിക്ക് കൊടുക്കാം. പിന്നെ 10 മണിക്ക് ഏതെങ്കിലും പപ്പായ, ഏത്തപ്പഴം തുടങ്ങിയ ഫ്രൂട്ട്സ് ഏത് തരത്തിലാണ് കുഞ്ഞ് കഴിക്കുന്നത് വെച്ചാൽ അതുപോലെ കൊടുക്കാം. വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഒരു സ്നാക്സും കൂടെ കൊടുക്കാം. അതിനെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നുണ്ട്. എപ്പോഴും കുട്ടിയെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുത്തി കഴിപ്പിക്കാൻ നോക്കണം. ഒരു റൊട്ടീൻ എപ്പോഴും വേണം. അവിടെ ഇരുന്ന് കഴിക്കണം, എവിടെ ഇരുന്ന് കഴിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും നമ്മൾ കുട്ടിയെ കുഞ്ഞിലെ തന്നെ ശീലിപ്പിക്കണം. അപ്പോൾ ഒരു ഡൈനിങ് ടേബിളിൽ തന്നെ, അല്ലാതെ ടിവിയോ ഫോണോ വാച്ച് ചെയ്ത് ഒരിക്കലും കുട്ടിയെ സമ്മതിക്കരുത്. കൊച്ചിലെ തന്നെ അത് മാറ്റാൻ ഒരുപാട് അമ്മമാർ ഒരുപാട് പ്രയാസപ്പെടുന്നുള്ളതായിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഫാമിലി ടൈം എന്ന് വെച്ചാൽ മീൽ ടൈം തന്നെ ആയിരിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയം അതേപോലെ തന്നെ കഴിക്കുകയും കുട്ടിയെ തന്നെത്താൻ എടുത്ത് കഴിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ട ഉരുട്ടി വയ്ക്കാം, കുഞ്ഞ് തന്നെത്താൻ എടുത്ത് കഴിക്കട്ടെ. ചപ്പാത്തി മുറിച്ചിട്ട് കൊടുക്കാം, തന്നെത്താൻ എടുത്ത് കഴിക്കട്ടെ. അങ്ങനെ കുട്ടിയെ കൊണ്ട് തന്നെത്താൻ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആക്കാൻ ഈ മീൽ ടൈം കൂടെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഒരുപാട് സമയം കുട്ടിയെ അവിടെ ഇരുത്തി ഇങ്ങനെ ഒരു മിനിമം ഒരു 45 മിനിറ്റ്സിനുള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കണമെന്നുള്ള ഒരു
റൂള് തന്നെ ഉണ്ടാക്കിയിരിക്കണം. വേറൊരു സിമ്പിൾ കാര്യമാണ്. ചില കുട്ടികൾ നമ്മൾ കാണാം, ഭക്ഷണം കഴിക്കും, കുറച്ച് വെള്ളം കുടിക്കും, പിന്നെയും ഭക്ഷണം കഴിക്കും, കുറച്ച് വെള്ളം കുടിക്കും. അപ്പോൾ എന്താണ്, കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുള്ള തോന്നും. അപ്പോൾ കഴിയുന്നതും ഫ്ലൂയിഡ്സ് എല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കുട്ടി കഴിക്കുകയും ചെയ്യും, പിന്നെ വെള്ളം ഫ്ലൂയിഡ്സ് ആവശ്യത്തിന് ചെല്ലുകയും ചെയ്യും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് പറയുന്നത്. നമ്മൾക്കറിയാമല്ലോ, ഈ കാലറി എല്ലാം നമ്മൾ ഇപ്പോൾ രാവിലെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹൈ കാലറി കഴിച്ചു, കുട്ടി ഓടിച്ചാടി കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കാലറി എല്ലാം യൂസ്ഡ് അപ്പ് ആകും. അപ്പോൾ അതത്ര ശരീരത്ത് പിടിക്കുന്നില്ല, എന്നാലും അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഒരു നല്ല ഹൈ കാലറി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം കൊടുക്കുകയാണെങ്കിൽ, ഐറ്റമോ അല്ലെ ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, കുഞ്ഞ് ഉറങ്ങുകയാണ്, നല്ല റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ കാലറി എല്ലാം നമ്മൾ സാധാരണ ഭാഷയിൽ പറയാം ശരീരത്ത് പിടിക്കാൻ കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരു ഹോൾ മിൽക്ക് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഹോൾ മിൽക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാഷ്യൂനട്ടോ ബദാമോ എന്തെങ്കിലും പേസ്റ്റാക്കി അടിച്ച് ഉള്ള ഫുഡ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഏത്തപ്പഴം കൊടുക്കുകയോ, അങ്ങനെ ഹൈ കാലറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പീനട്ട് ബട്ടർ ബ്രെഡിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ, അങ്ങനത്തെ കുറച്ച് ഹൈ കാലറി കിടക്കുന്നതിന് മുമ്പ്, ആക്ടിവിറ്റി എല്ലാം തീർന്ന് കിടക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റം കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക്, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് കാലറി കൂട്ടി കൊടുക്കാവുന്ന ഫുഡിനെ പറ്റി പറയുന്നത്. പിന്നെ അതിന് പറഞ്ഞ ടിപ്സുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. എങ്ങനെയാണ് നമ്മൾ പാല് കാലറി കണ്ടൻറ്റ് കൂട്ടുന്നത്, മുട്ടയിൽ എങ്ങനെ കാലറി കണ്ടൻറ്റ് കൂട്ടാം, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഹൈ കാലറി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്, പിന്നെ ശർക്കര, ഓയിൽ, ഇതെല്ലാം എങ്ങനെ കാലറി കൂട്ടി കുട്ടികൾക്ക് വെയിറ്റ് കൂടാമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവസാനം പറഞ്ഞ ഫീഡിങ് ടിപ്സും കൂടെ ഓർത്തിരിക്കുമല്ലോ. ഇനി വേറൊരു വിഷയമായി നമുക്ക് അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.